ഇനി നായകനെ ചുറ്റിപ്പറ്റി മാത്രം ഓടുന്ന ഒരു കച്ചവട സിനിമയുടെ സ്വഭാവത്തിലാണ് കേട്ടോ UDF സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ നായകൻ തന്നെ വില്ലനുമാകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉണ്ണിയേട്ടാ ഈ ഓണത്തലേന്ന് ഈ ജാതി സ്ട്രൈക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? ഒരു ചെറിയ കരുണയൊക്കെ കാണിക്കണ്ടേ? നമ്മുടെ വടശ്ശേരി സതീശൻ മേനോൻ മന്ത്രിസഭയുടെ ആദ്യത്തെ ഓണല്ലേ? ജസ്റ്റ് ഹണിമൂൺ ഇങ്ങോട്ട് കഴിഞ്ഞ് 100 ദിവസം ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടല്ലേ ഉള്ളൂ. ഉടനെ തന്നെ ഈ ജാതി ഒരു സ്ട്രൈക്ക് വേണമായിരുന്നു. ഒരു ഓണസമ്മാനമായിട്ട് ഒരു ഓണക്കൊടിയൊക്കെ കൊടുത്ത് ഒന്ന് കൺഗ്രാജുലേഷൻ പറയേ, നന്നായി കിട്ടോ, ബെസ്റ്റ് തുടക്കമായി കിട്ടോ എന്നെങ്കിലുമൊക്കെ എന്ന് പറയാമായിരുന്നില്ലേ? എന്താണ് ഈ 100 ദിവസം കൊണ്ട് തന്നെ ഉണ്ണിയേട്ടനെ ഈ വിധത്തിൽ ചൊടിപ്പിക്കാനായിട്ടുള്ള കാരണം? വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. ആരാണെന്നേ കഴിഞ്ഞ 100 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽപ്പെട്ടത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് കേട്ടോ. സത്യപ്രതിജ്ഞാ ദിവസം തന്നെ സർക്കാരിന് ഒരു വിളിപ്പേര് വീണ് കിട്ടി, മേനോൻ സർക്കാർ. അത് പിന്നെ ദോഷൈകതൃക്കുകൾ പറഞ്ഞു പരത്തുന്നതാണ് എന്ന് കരുതി നമുക്ക് മാറ്റിവെക്കാം. അതെന്താ ഉണ്ണിയേട്ടനൊന്ന് ആക്കി പറഞ്ഞതാണല്ലോ. ആ സത്യപ്രതിജ്ഞാ ചടങ്ങില് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരും കൂടെ ചേർത്ത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. VD എന്നുള്ളതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞു. ഇതിനു മുമ്പ് പലപ്പോഴും MLA ആയിരുന്നപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചിലർ പറയുമെങ്കിലും ഇത്തവണ അങ്ങനെയല്ല. ഇത് അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയും കൂടെ അല്ല, മുഖ്യമന്ത്രിയുമാണ്. ഇതുവരെ ഒരു മന്ത്രിയായിട്ട് പോലുമില്ല. ആദ്യം തന്നെ മുഖ്യമന്ത്രിയാവുകയാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും വലിയൊരു സന്തോഷം ഉണ്ടാവില്ലേ? സ്വന്തം ജീവിതത്തിൽ പിതാവിനെ ഓർക്കാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചടങ്ങിൽ ഒന്നങ്ങ് പരത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞു. അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ വേണ്ടവർ കേട്ടോട്ടെ എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് എന്നൊക്കെ തന്നെയല്ലേ ഉണ്ണിയേട്ടൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊന്നും കണക്കാക്കണ്ട, അതിലൊന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതൊന്നും ഇപ്പം മലയാളികൾ അതൊന്നുമല്ലല്ലോ കാര്യം. എങ്ങനെയായിരിക്കും ഭരണം എന്നല്ലേ നോക്കുക. അത് മാത്രമല്ലല്ലോ ഉണ്ണിയേട്ടൻ ഇങ്ങനെ കൊള്ളിച്ച് പറയുന്നത്. എന്തോ ഉണ്ണിയേട്ടൻ മനസ്സിൽ വെച്ചിട്ട് എന്തോ പറയാണ്, അത് മാത്രമല്ലോ. ഓക്കെ, കേട്ടെ, ബാക്കി. മുന്നണിയെയോ സ്വന്തം പാർട്ടിയെയോ അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി പല നിയമനങ്ങളും നടത്തിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി പ്രഖ്യാപിച്ചത്. പോരാത്തതിന് കേരളത്തിലേക്ക് ഇതാ 10,000 കോടി നിക്ഷേപം ടാറ്റ നടത്താൻ പോകുന്നു എന്ന് ഒരടിസ്ഥാനമില്ലാതെ വിളിച്ചു പറയുകയും ചെയ്തു. ടാറ്റ പോലും സംഭവം അറിഞ്ഞിട്ടില്ല കേട്ടോ. പൊന്നു ഉണ്ണിയേട്ട, നല്ലൊരു ഓണക്കാലത്ത്, ഈ ഉത്സവകാലത്ത്, ഈ 100 ദിവസത്തിൻ്റെ ഇടയിലുണ്ടായ ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പോൾ മലയാളികളെ ഓർമ്മിപ്പിക്കേണ്ടത് ഇതൊരു വല്ലാത്ത സർജിക്കൽ സ്ട്രൈക്കായി പോയില്ലേ? നാണക്കേടായില്ലേ? സന്തോഷമായിരിക്കേണ്ട ഒരു സമയമല്ലേ? സന്തോഷമായിരിക്കേണ്ട ഒരു കാലല്ലേ? ശരിയാണ്, നമ്മൾ അങ്ങനെ ഒരു മോഹം പറഞ്ഞിട്ടുണ്ടാവും. ടാറ്റ ഇവിടെ ഒരു കപ്പൽ കമ്പനിയൊക്കെ തുടങ്ങണത് വെറുതെ ഒന്നും ഭാവനയിൽ കാണുന്നതിൽ എന്താണ്? നമ്മുടെ മുമ്പത്തെ പ്രസിഡൻ്റൊക്കെ പറഞ്ഞിട്ടില്ലേ, സ്വപ്നം കാണാൻ പഠിക്കണമെന്ന്. അങ്ങനെ സ്വപ്നം കാണാൻ പഠിക്കുമ്പോഴാണ് പിന്നെ പലതും യാഥാർത്ഥ്യമാണെന്ന്. അങ്ങനെ ടാറ്റ ഒരു വലിയ 10,000 കോടിയുടെ ഇവിടെ ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങുന്നത് അങ്ങനെ സ്വപ്നം കണ്ടു. അതങ്ങ് ആത്മകഥം പറയുന്നതിന് പകരം കുറച്ച് തുറന്നു പറഞ്ഞു പോയി. പക്ഷേ നാളെ ഇത് കേട്ടിട്ടെങ്കിലും ടാറ്റ കമ്പനിക്ക് ഇവിടെ ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങിയാൽ എന്താ? നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് മനസ്സാൽ ഒരു തോന്നിയാലോ? അപ്പോൾ അതിനൊന്ന് തീ കൊളുത്തുന്നതിനൊരു വലിയ കാരണമായില്ലേ? അത് ഇഗ്നൈറ്റ് ചെയ്യാനൊരു ചെറിയൊരു കാരണമായില്ലേ? അപ്പോൾ അത് അങ്ങനെ എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല? എല്ലാം ഒന്ന് പോസിറ്റീവായി കാണാൻ എന്തുകൊണ്ടാണ് ഉണ്ണിയേട്ടന് സാധിക്കാത്തത്? എന്നാലും കുത്തി പറയുന്നത് ഇത്തിരി കൂടിപ്പോയിട്ടോ. ഇനിയുണ്ടോ ഉണ്ണിയേട്ടന് പറയാനായിട്ട്? മുമ്പ് പിണറായിയുടെ ഹെലികോപ്റ്റർ യാത്രയെ കുറ്റം പറഞ്ഞയാൾ ദാ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ യാത്ര. അതിപ്പോൾ അമ്മായി അച്ഛനെ കാണാനാണെങ്കിലും വിവാഹ ചടങ്ങിലോ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിലോ പങ്കെടുക്കാനാണെങ്കിലും ഹെലികോപ്റ്റർ കൂടിയേ കഴിയൂ. ഇങ്ങനെയൊക്കെ ഉണ്ണിയേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മലയാളികൾ കുടുങ്ങും. അത് ശരിയാണ്. പണ്ട് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണം കിട്ടാൻ വേണ്ടി പലതും പറയും. അതൊക്കെ ഈ ഭരണപക്ഷത്ത് വന്ന അതേപോലെ ചെയ്യാനോ നടപ്പിലാക്കാനുള്ളതല്ലല്ലോ. അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പിണറായി പ്രളയ സമയത്ത് അല്ലെങ്കിൽ ഈ മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ ഒരു ഹെലികോപ്റ്റർ അങ്ങനെ വാടക കൊടുത്തിട്ട് അവിടെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അത് ഇടയ്ക്ക് ഉപയോഗിക്കും, ഇടയ്ക്ക് ഉപയോഗിക്കില്ല, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിന് വാടക കൊടുക്കണം. ഇതങ്ങനെയല്ല, കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് വെറുതെ കിടക്കണ ഒരു സാധനം അതവിടെ ഇരുന്നാലും ഇല്ലെങ്കിലും പറന്നാലും ഇല്ലെങ്കിലും ഒക്കെ അതിന് വാടക കൊടുക്കണ്ടേ? അപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പം എന്താണ്, കല്യാണത്തിന് പോകണോ, അല്ലെങ്കിൽ ഇനി ആരെ നമ്മുടെ സ്വന്തക്കാരെ ആസ്പത്രി പോയി കാണണോ, അതിനുപയോഗിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ചിലവൊന്നുമില്ലല്ലോ. അത് പ്രായോഗികമായിട്ട് ആ പണം യഥാർത്ഥത്തിൽ ലാഭം ഉണ്ടാക്കുക ചെയ്ത്. കാരണം എന്തോ അറിയോ? അല്ലെങ്കിൽ ട്രെയിനിൽ പോകണം, ആ ട്രെയിനിൽ പോകണതിൻ്റെ കാശ് ഇപ്പോൾ ലാഭമായി. അപ്പോൾ എന്തായി, ഹെലികോപ്റ്റർ പോവുകയും ചെയ്തു, വേഗത്തിലെത്താൻ പറ്റി. അപ്പോൾ സമയലാഭം കിട്ടി.
അപ്പോൾ ശരിക്കും ഖജനാവിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുക ചെയ്ത്. എന്താ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത്? ഈ ട്രെയിനിൻ്റെ പൈസ ലാഭം കിട്ടിയില്ലേ? പിന്നെ ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴും അതിൻ്റേതായ ഓരോ സ്റ്റാൻഡേർഡ് പുലർത്തണം ഉണ്ണിയേട്ടാ. അത് ഉണ്ണിയേട്ടന് അത് ആ കാര്യങ്ങളൊന്നും മനസ്സിലാകാനായിട്ടാണ്. അതിത്തിരി കുശുമ്പായിട്ടേ മലയാളിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. തീർന്നോ ഉണ്ണിയേട്ടൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക്? ഇവിടെയാണ് അടുത്ത പ്രശ്നം. അതായത് രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കാത്ത സർക്കാർ എന്നതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് വിനയായത്. ഒരേ സമയം മതേതരത്വം പറയുകയും ഭൂരിപക്ഷ മതങ്ങളെ പ്രീണിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്യുന്നു. അതാണ് ഇടതുപക്ഷം കേട്ട ഏറ്റവും വലിയ പഴി. അതുപോലെ മുഖ്യമന്ത്രിയുടെ ധൂർത്തും ധാർഷ്ട്യവും. ഇപ്പൊ പറഞ്ഞത് 100% ശരിയാണ്. കഴിഞ്ഞ ഈ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ഈ പിണറായി വിജയൻ പഴി കേട്ടത് ഈ BJPയുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇവിടെ കളിക്കുന്നു എന്നായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഉയർത്തിവിട്ടതും തീർച്ചയായിട്ടും UDFും ഈ സതീശൻ സാറും ഒക്കെ ആയിരുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ 5 വർഷം അതിൻ്റെ പാരമ്യത്തിലായിരുന്നു ഇടതുപക്ഷത്തിനെ ഈ സതീശൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 18 കളിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 102 സീറ്റുകൾ കിട്ടിയത്. അത് ഇവിടുത്തെ ന്യൂനപക്ഷത്തിനെ PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ എടുത്തുയർത്തിക്കൊണ്ട് ഈ BJPയും LDFും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പോലും കൊടുമ്പിരി കൊണ്ട പ്രചരണമാണ് ഇങ്ങനെ ഇടതുപക്ഷത്തിനെ നിലംപരിശാക്കിയ എന്നുള്ള കാര്യത്തിലും ഉണ്ണിയേട്ട സംശയമൊന്നുമില്ല. അല്ല, അതൊക്കെ ശരി. പക്ഷേ ഇവർ മതേതരത്വത്തിൻ്റെ കാവലാൾക്കാരല്ലേ? പക്ഷെ സതീശൻ സാറും UDFും ഈ മതേതരത്വത്തിനെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത്. ഉണ്ണിയേട്ട എന്താ അങ്ങനെ പറയണേ? ഏത് നമ്മൾ ആ സത്യപ്രതിജ്ഞാ ചടക്കിലെ മാതരം മുഴുവനായി പാടിയെങ്കിൽ ഇപ്പോൾ ഇവിടെ August 15 നമ്മൾ പാടിയില്ലല്ലോ. നമ്മളതിന് പകരം എന്താ ചെയ്ത്? AICCയെ കൊണ്ടങ്ങ് മുഴുവനെ പാടിപ്പിച്ചു, കർണാടക സർക്കാരിനെ കൊണ്ടങ്ങ് പാടിപ്പിച്ചു. പിന്നെ നമുക്ക് തെലങ്കാനയിലുള്ള ഹിമാചൽ പ്രദേശിലൊക്കെ ഉണ്ടായിരുന്നു, അവരോട് പാടാൻ പറഞ്ഞു. നമ്മൾ പാടിക്കൊടുത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനൊന്നൊരു മാറ്റം കാണിച്ചു കൊടുത്തില്ലേ? പിന്നെ ഈ PM ശ്രീ അല്ലേ, 4 ചില്ലറ കിട്ടണ്ടേ? കുട്ടികളുടെ ചെലവിന് പഠിത്തത്തിന് കാശ് വേണ്ടേ? ഇടതുപക്ഷം അവരങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ എതിർത്ത് കാണും. ഇപ്പോഴും നമ്മൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അത് അവർ ഒപ്പിട്ട് പോയില്ലേ. അതുകൊണ്ട് ഇന്ന് മാത്രം സത്യം പറഞ്ഞാൽ നമുക്ക് ആ കുറച്ച് കോടിക്കണക്കിന് രൂപ അങ്ങ് കിട്ടുമല്ലോ. ഇവിടെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ തൊട്ട് വേണ്ടേ എൻ്റെ ഉണ്ണിയേട്ട? അതെന്താ ഉണ്ണിയേട്ടൻ മനസ്സിലാക്കാത്തത്? ഉണ്ണിയേട്ടൻ ഇങ്ങനെ വെറുതെ വന്ന് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ഈ വിധത്തിൽ പറഞ്ഞു പോയാൽ മതി. അങ്ങനെയൊന്നും ആയാൽ വരില്ല. ഇതിനിപ്പോൾ എന്തപ്പം മൊത്തത്തിൽ ഉണ്ണിയേട്ടൻ എന്താ ഒരു പോംവഴി പറയണത്? നോക്കൂ, അതൊക്കെ വിറ്റ് വോട്ടാക്കിയവരാണെന്നേ UDFുകാർ. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. എന്നിട്ട് അതേ വഴി അവരും പിന്തുടരുന്നുണ്ട് എങ്കിൽ, അത് തുടക്കത്തിൽ തന്നെ വെളിപ്പെടുന്നുണ്ട് എങ്കിൽ കാര്യം നിസ്സാരമല്ല കേട്ടോ. പ്രശ്നം ഗുരുതരം തന്നെയാണ്. ഉണ്ണിയേട്ടന് ശുഭപ്രതീക്ഷയൊന്നുമില്ല. സംഗതി ഗുരുതരമാണ്. അപ്പം ഇനി പോകെ ഇതിലും ഗുരുതരമായിരിക്കുമെന്നാണ് ഉണ്ണിയേട്ടൻ്റെ അഭിപ്രായമല്ലേ? എന്താ കാരണം ഉണ്ണിയേട്ട അങ്ങനെ പറയാൻ? ഒന്നുച്ചത്തിൽ എന്തെങ്കിലും പറയാൻ കോൺഗ്രസ് എന്നൊരു പാർട്ടി തന്നെ ഇപ്പോൾ ഈ സംസ്ഥാനത്തില്ല. അതുകൊണ്ട് നായകനെ മാത്രം കേന്ദ്രീകരിച്ചൊരു നാടകം നടക്കുന്നു. ആ നായകൻ തന്നെ എല്ലാ ദിവസവും വിവാദങ്ങളിൽ പെടുന്നു. U-turn അടിക്കുക എന്നത് ഈ സർക്കാരിന്റെ സ്ഥിരം സ്വഭാവമായി മാറിയിരിക്കുന്നു. ഹണിമൂണൊക്കെ നടക്കട്ടെന്നേ, പക്ഷേ ഒന്ന് കണ്ണാടിയിൽ നോക്കി സ്വയം ചില തിരുത്തലുകൾ വരുത്താനുള്ള സമയത്തിലേക്ക് സർക്കാർ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. അപ്പോൾ മൊത്തത്തിൽ ഉണ്ണിയേട്ടൻ പറഞ്ഞു വരുന്നത്, ഒരു കണ്ണാടി എടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി സ്വയം ഒന്ന് നോക്കണം, എന്തോ ഒരു തകരാറ് ഇല്ലേ എന്ന് പരിശോധിക്കണമെന്നല്ലേ? അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.